എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വരുന്നത് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷമുള്ള തടി എങ്ങനെയാണ് പെട്ടെന്ന് കുറക്കാന്ന് പറയാനാണ് കേട്ടോ. അപ്പൊ മിക്ക സ്ത്രീകളും നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള തടിവെപ്പ് അല്ലെങ്കിൽ വണ്ണം കൂടുന്നത് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഞാൻ പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടാവട്ടെ ഈ ഒരു നമ്മളെ വണ്ണം കൂടുന്നത് മെയിനായിട്ട് ഹോർമോൺ ചേഞ്ചസ് ഒരുപാട് നമ്മളെ ബോഡിനകത്ത് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മളെ ഭക്ഷണ രീതി ഒരുപാട് കൂടും. വ്യത്യാസം ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്താണ് പെട്ടെന്ന് ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ബോഡിയിൽ ഉണ്ടാകുന്ന ഈ ഒരു തടിവെപ്പ് നമുക്ക് ആരോഗ്യകരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും അല്ലേ. അപ്പൊ മിക്ക സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാവും ചിലപ്പോൾ ഈ ഒരു തടി വെക്കുമ്പോൾ നമുക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ. അപ്പൊ അതെങ്ങനെയാണ് ഈസി ആയിട്ടൊന്ന് വണ്ണം കുറക്കാന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് എനിക്ക് ഇതിന്റെ ഇടയിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ഒരു പെൺകുട്ടി ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞിട്ട് കുട്ടിക്ക് ഏകദേശം ഒരു 8-9 മാസമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളുടെ വണ്ണം എന്ന് പറയുന്നത് പ്രഗ്നന്റ് ആയിരിക്കുന്നതിന് മുന്നേ ഉള്ളത് നല്ലോണം കുറവും, പ്രഗ്നന്റ് ആയതിനു ശേഷം ഒരു 15 കിലോളം ആള് വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു റീലും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അതിലാണ് എനിക്ക് മെസ്സേജ് ചോദിച്ചത്. അപ്പോൾ ആള് പറഞ്ഞു ഇതുപോലെ ഹസ്ബൻഡ് വീട്ടുകാരൊക്കെ ഭയങ്കരത്തില് കളിയാക്കുന്നുണ്ട്, ഇങ്ങനെ വണ്ണം കൂടിയതിനെ തുടർന്നിട്ട് ഒരുപാട് കളിയാക്കൽ ഞാൻ നേരിട്ട് വരുന്നുണ്ട്, എങ്ങനെയാണ് എളുപ്പത്തിൽ വണ്ണം കുറക്കാന്നുള്ള എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു കേട്ടോ, ഒരു സ്ത്രീ ഒരു കുട്ടിക്ക് ജന്മം നൽകുക പറഞ്ഞാൽ ഒരു സ്ത്രീയെ ഒന്നും കൂടെ പുനർജനിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഹോർമോൺ, നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ ആയാലും നമ്മുടെ ബോഡി പാർട്സ് ആയാലും എല്ലാവർക്കും നന്നായിട്ട് വ്യത്യാസം വരുന്ന ഒരു സമയമാണ് ഈ ഒരു ആഫ്റ്റർ ഡെലിവറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ആരും ഇങ്ങനെ കളിയാക്കേണ്ട കാര്യമൊന്നും ഇല്ല ഈ ഒരു സമയത്ത്. കാരണം ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ടാണ് നമുക്ക് അങ്ങനെ വരുന്നത്. പിന്നെ നമ്മുടെ ഭക്ഷണ രീതിയും അതിന് കാരണമായിട്ട് വരുന്നുണ്ട്. അപ്പൊ സ്വന്തം വീട്ടുകാർ തന്നെ ഇതുപോലെ ഒരു കളിയാക്കലുകളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവും, എത്രത്തോളം അവരത് അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട ഒരാളാണ് നമ്മളെ ഹസ്ബൻഡ് പറയുന്നത്. അപ്പൊ ആളെന്നെ അങ്ങനെ കളിയാക്കിക്കൊണ്ട് ആ കുട്ടിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അവർക്ക് അതിനനുസരിച്ച് റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരിക്കലും ഒരാളും അങ്ങനെ പറഞ്ഞത് കേട്ട് ഒരിക്കലും തളരരുത്. നിങ്ങൾക്ക് അതിലൂടെ ആര് കളിയാക്കിയാലും എന്ത് പറഞ്ഞാലും നിങ്ങൾ അതൊന്നും മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. അത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള തടിവെപ്പ് നമുക്ക് ഈസി ആയിട്ട് കുറക്കാനും കൂടെ പറ്റും കേട്ടോ. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. അപ്പൊ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള ഈ ഒരു തടി കുറക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത്. മെയിൻ ആയിട്ടുള്ള ഒരു 5 ടിപ്സാണ് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മളൊരു സ്ട്രെസ് അല്ലെങ്കിൽ നമ്മളൊരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടുതലായിരിക്കും അല്ലെ. നമുക്ക് കാരണം നമുക്ക് ഒരു കാര്യങ്ങളും അതിനെക്കുറിച്ച് അറിയില്ല. അപ്പൊ ആൾക്കാർ പറയുന്ന ഒരു അറിവ് വെച്ചിട്ടാണ് നമ്മളത് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ നമുക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മെയിൻ ആയിട്ട് നിങ്ങൾ എപ്പോഴും ഡെലിവറി കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഫ്രീ ആയിട്ട് ഇരിക്കുക കേട്ടോ. എപ്പോഴും നമുക്ക് ഈ ഒരു ടെൻഷൻ നമ്മളെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഒഴിവാക്കാം. അങ്ങനെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ആലോചിച്ച് നമ്മളിങ്ങനെ സ്ട്രെസ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ടെൻഷൻ എടുക്കുമ്പോഴും നമ്മൾ വെയിറ്റ് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നന്നായിട്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് നമ്മളെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തും. അത് മെയിൻ ആയിട്ട് നിങ്ങളെ സ്ട്രെസ്സും ടെൻഷനൊക്കെ ഒഴിവായി എപ്പോഴും ഫ്രീ ആയിട്ട് ഇരിക്കുക കേട്ടോ. അങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രം നമുക്ക് കുട്ടിക്ക് ഒരു പാല് കൊടുക്കാനൊക്കെ ഇല്ല. നമ്മൾ ടെൻഷനായിട്ട് നമ്മൾ സ്ട്രെസ് ചെയ്തിങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുട്ടിക്കുള്ള പാലും കാര്യങ്ങളൊക്കെ അവർക്ക് ആവശ്യത്തിനനുസരിച്ച് കിട്ടുള്ളൂ. അപ്പൊ അവരും അത് നന്നായിട്ട് ബാധിക്കും. മെയിൻ ആയിട്ട് സ്ട്രെസ്സും ടെൻഷനും കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് എല്ലാവരും ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ എന്താണ് എപ്പോഴും മുന്നോട്ട് പോവാം. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ള ഭക്ഷണം ആവശ്യമുള്ള സമയങ്ങളിൽ ആവശ്യത്തിനനുസരിച്ച് മാത്രം കഴിക്കുക. അല്ലാതെ ഒരുപാട് ഭക്ഷണങ്ങൾ ഒരിക്കലും നിങ്ങളെ ഫുഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. കൂടുതലും ഇലക്കറികളും പച്ചക്കറികളും അതേപോലെ തന്നെ നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ സാധനങ്ങളും കടലപ്പരിപ്പ് സോയാബീൻ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫുഡ് നമ്മളെപ്പോഴും ആ ഒരു ഡയറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഫുഡ് കഴിക്കുന്ന സമയത്ത് ആഡ് ചെയ്യാം. ഒരുപാട് ഫുഡ് കഴിക്കാതിരിക്കുക. പിന്നെ കൂടുതൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ടുള്ള ഫുഡ് കഴിക്കുക. പിന്നെ ജങ്ക് ഫുഡ്സ് കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഒഴിവാക്കുക. അത് നമുക്ക് നല്ലതല്ല. അതേപോലെ നമ്മളെ കുട്ടിക്കും അതൊട്ടും നല്ല. നമ്മൾ കഴിക്കുന്ന ഫുഡാണ് കുട്ടിക്ക് പാലായിട്ട് കിട്ടുന്നത്. അപ്പൊ അതും നമുക്ക് ഒരിക്കലും നല്ലതല്ല. അപ്പൊ എന്താണ് എപ്പോഴും ജങ്ക് ഫുഡ്സും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഒഴിവാക്കിയിട്ട് നിങ്ങളെ ഭക്ഷണം ഒന്ന് കണ്ടിന്യൂ ചെയ്തു നോക്കുക. അതേപോലെ തന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രഗ്നൻസി ടൈമിലുള്ള ഡയറ്റ്. അതായത് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എപ്പോഴും ഞാൻ പറയാറുണ്ട് എല്ലാവരോടും ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ഡയറ്റ് ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് അതൊരു ഒരു ഫലമായിട്ട് ഒരു നല്ല കാര്യമായിട്ട് ഉണ്ടാവില്ല. കാരണം ഭക്ഷണം എപ്പോഴും കഴിച്ചുകൊണ്ട് മാത്രം അതിന്റെ അളവ് മാത്രം കുറയ്ക്കുക. ഒരിക്കലും ഉപേക്ഷിച്ച് ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് ഒരിക്കലും നിങ്ങൾ ഡയറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. അപ്പൊ നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത്
എല്ലാവരും പറയും 2 നേരങ്ങൾ അല്ല 6 നേരങ്ങളിൽ 10 നേരങ്ങളിലായിട്ട് ഭക്ഷണം കഴിക്കണം എന്താണ്, രണ്ടാൾക്കുള്ള ഭക്ഷണം നമ്മൾ ഒരാൾ കഴിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ടാവുമല്ലേ. അങ്ങനെയൊന്നും നിങ്ങൾ കഴിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ മാത്രം കഴിക്കുക. ഒരുപാട് ചോറ് വാരി വലിച്ച് കഴിക്കാതിരിക്കുക. ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം കഴിക്കുക. അതിലേക്ക് എല്ലാ ഫ്രൂട്ട്സും പച്ചക്കറികളും മിനറൽസും വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഫുഡ് എന്താണ് നിങ്ങൾ കൂടുതൽ കഴിക്കാനായിരിക്കും. അപ്പൊ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആഫ്റ്റർ ഡെലിവറി സമയത്ത് വലിയൊരു ചിലപ്പോൾ മാറ്റം ഉണ്ടാവാൻ വേണ്ടി ചാൻസ് ഇല്ല. ഒരു ചെറിയ മാറ്റങ്ങൾ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ പ്രഗ്നന്റ് സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡയറ്റ് എപ്പോഴും കൺട്രോൾ ചെയ്ത് പോകാം. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാം. മാക്സിമം ഒരു 2-2.5 വയസ്സ് വരെ കുട്ടികൾക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിലൂടെ നമ്മളെ വെയിറ്റ് എപ്പോഴും നമ്മളെ ഫാറ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ കുട്ടിക്കാണ് കിട്ടുക. അപ്പൊ നമ്മളെ വെയിറ്റ് എന്താണ് എപ്പോഴും ഒരു നിലനിർത്താൻ അതേപോലെ വെയിറ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനും ഈ ഒരു ബ്രസ്റ്റ് ഫീഡിങ് നമ്മളായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡ് അതുപോലെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർ എന്താണ് അവരുടെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഒരു വെയിറ്റ് എപ്പോഴും ബാലൻസ് ആയി നിൽക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഞാൻ പറഞ്ഞ ടെൻഷനും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മാത്രം എപ്പോഴും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. അത് കൂടുതൽ നമ്മൾ എന്താണ് വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അത് നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്യണം. അതേപോലെ തന്നെ മെയിൻ ആയിട്ട് നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കുക. നമ്മൾ ഈ ഒരു ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം വെള്ളം ഒരിക്കലും കുറക്കാൻ വേണ്ടി പാടില്ല. കാരണം കൂടുതൽ ഇൻഫെക്ഷൻ ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഒരു 3 ലിറ്ററോളം വെള്ളം നിർബന്ധമായിട്ട് കുടിക്കാൻ നോക്കാം. അങ്ങനെ കുടിക്കുന്ന വഴി നമുക്ക് എന്താണ് നന്നായിട്ട് നമ്മളെ ഫാറ്റും കാര്യങ്ങളൊക്കെ അലിഞ്ഞു പോവുകയും ചെയ്യും. അതേപോലെ തന്നെ ഒരുപാട് വെയിറ്റ് ലോസിന് ഹെൽപ്പും കൂടെ ചെയ്യും. അങ്ങനെ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈസി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാനും അതേപോലെ വെയിറ്റ് എപ്പോഴും ബാലൻസ് ചെയ്യാനും കൂടെ പറ്റുന്ന ഒരു കാര്യമാണ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ ഡെലിവറി കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിലൊക്കെ എക്സസൈസ് ചെയ്ത് തുടങ്ങാമെന്നാണ് ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ സി സെക്ഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ് അതിനനുസരിച്ച് മാസങ്ങളിലൊക്കെ വ്യത്യാസം വരുത്തുന്നുണ്ട്. പക്ഷെ എന്നാലും ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമ്മളെപ്പോഴും വേഗം തന്നെ, അതായത് സി സെക്ഷൻ അല്ലാണ്ട് നോർമൽ ഡെലിവറിന്റെ കാര്യമാണ് പറയുന്നത്, അങ്ങനെയാണെന്നെങ്കിൽ മസ്റ്റ് ആയിട്ടും ചെറിയ ചെറിയ പണികൾ ചെയ്തു തുടങ്ങാം കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യുന്നതോടെ നമുക്ക് വലിയ എക്സസൈസ് ചെയ്യണം എന്നുള്ള ഞാൻ പറഞ്ഞു. ഇപ്പൊ വീട്ടിലുള്ള ചെറിയ ചെറിയ അടുക്കള പണികളായാലോ അല്ലെങ്കിൽ അടിക്കലോ അല്ലെങ്കിൽ ചെറുതായിട്ട് തുടക്കലോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ തുണി ചെറുതായിട്ട് കഴുകി വൃത്തിയാക്കലോ അങ്ങനെയുള്ള വെയിറ്റ് കൂടാതെ വെയിറ്റ് ഉള്ള സാധനങ്ങളല്ല, വെയിറ്റ് കുറഞ്ഞ സാധനങ്ങൾ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യുക. അല്ലാതെ വലിയ എക്സസൈസ് ഒന്നും ചെയ്യാൻ ആ ഒരു സമയത്ത് പാടില്ല. ചെറുതായിട്ട് നമുക്ക് എന്താണ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അങ്ങനെ ഒരു ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് എപ്പോഴും ബാലൻസ്ഡ് ആയിട്ട് വെയിറ്റ് നമുക്ക് നിലനിർത്താൻ വേണ്ടി പറ്റും. അത് നമ്മൾ ഒരുപാട് ആരോഗ്യകരമായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു വെയിറ്റ് കൂടുന്നത് എപ്പോഴും എന്താണ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു 5 ടിപ്പ് എല്ലാവർക്കും ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മൾ എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള വെയിറ്റിന് എപ്പോഴും നമ്മൾ ആ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അത് ഒരുപാട് നിങ്ങളെ ബോഡിക്കായാലും നിങ്ങളെ ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു വെയിറ്റ് കൂടുന്നതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഈ ഒരു വീഡിയോ ഇതുപോലുള്ള ഇൻഫർമേഷനായി ഈ ഒരു ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ എനബിൾ ചെയ്താൽ മാത്രമേ എന്റെ വീഡിയോ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.